الحمدلله رب العالمين نحمده ونستعينه ونستهديه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا وأسوتنا وحبيبنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أصدق الحديث كلام الله وأصدق الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله وإماء الله أوصيكم وإياي أولا بالتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون صدق الله مولانا العظيم. സ്നേഹാദരണീയരായ വിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ, രഹസ്യവും പരസ്യവുമായ നമ്മുടെ ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. പടച്ചതമ്പുരാനവൻ്റെ സ്വാലിഹുകളും സച്ചരിതരുമായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹവും അനുവാദവും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഏതാനും മണിക്കൂറുകളിൽ തന്നെ നമ്മൾ പരിശുദ്ധ റമദാനിലേക്ക് കാലെടുത്ത് വെക്കാൻ പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം റമദാനാണോ നമ്മളാണോ അതിഥി എന്നുള്ളതാണ്. റമദാൻ 100 വർഷം മുമ്പും ഉണ്ടായിരുന്നു. ഈ ലോകം നിലനിൽക്കുവോളം ഇനി 100 വർഷത്തിന് ശേഷവും ഒക്കെയും റമദാൻ വരും. യഥാർത്ഥത്തിൽ റമദാനാണോ സ്വാഗതം, വിശ്വാസിക്കാണോ സ്വാഗതം എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഉറുദുവിലൊരു കവിതയുണ്ട്, हम न होंगे शायद पर अगले साल भी आएगा റംസാൻ. हम न होंगे शायद, ചിലപ്പോൾ നമ്മൾ ഉണ്ടായില്ലെന്ന് വരും. അഗലേ സാൽ ബി ആയേഗ റംസാൻ, റമദാൻ അടുത്ത കൊല്ലവും വരും. ദർ ഹഖീഖത്ത് റംസാൻ നഹി ഇൻസാൻ ഹെ മെഹ്മാൻ. യഥാർത്ഥത്തിൽ റമദാനല്ല അതിഥി, മനുഷ്യനാണ് അതിഥി. ഒരു കൊച്ചു ജീവിതം ജീവിച്ചു പോകാൻ ഒരു 60-70 വയസ്സ് മനുഷ്യന് കൊടുക്കുമ്പോൾ വൽ അസുർ ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ,
ഈ കാലം അതിന് സാക്ഷിയാണ്. മനുഷ്യൻ മഹാനഷ്ടത്തിലാണ് എന്നതിന്. കാരണം കാലം കുറേ മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട്, കുറേ ആളുകളുടെ അമലുകളെ കാലം കണ്ടിട്ടുണ്ട്. ഇല്ലല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. ഈ 4 കാര്യങ്ങളിൽ നിർബന്ധ ബുദ്ധിയുള്ള മനുഷ്യരൊഴിച്ച് വിശ്വാസികൾ, സൽപ്രവൃത്തികൾ നിരന്തരമായി ചെയ്യുന്നവർ, സത്യത്തിൻ്റെയും സ്വബറിൻ്റെയും കാര്യത്തിൽ പരസ്പരം ഉപദേശികളായി വസീയത്ത് ചെയ്യുന്നവർ, ഈ 4 ഗുണങ്ങളും ഒത്തൊണങ്ങിയ മനുഷ്യർ, ഒത്തൊരുമിച്ച മനുഷ്യർ, ഇവർ മാത്രം നഷ്ടമില്ലാതെ തീരുമെന്നുള്ളതിന് കാലം സാക്ഷിയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് മറ്റൊരു കവി, അറബി കവി ചോദിക്കുന്നത്, കംകുൻത തഅരിഫു മിമ്മൻ സാമ മിൻ സലഫിൻ മിൻ ബൈനി അഹ്ലിൻ വ ജീറാനിൻ വ ഇഖ്വാനി. കഴിഞ്ഞ കൊല്ലം നിന്റെ കൂടെ തന്നെ നോമ്പെടുത്ത മനുഷ്യരിൽ നിന്ന്, മിൻ ബൈനി അഹ്ലിൻ നിന്റെ വീട്ടുകാർ, വ ജീറാനിൻ അയൽവാസികൾ, വ ഇഖ്വാനി നിന്റെ സുഹൃത്തുക്കളായും സഹോദരങ്ങളായും ചുറ്റുമുണ്ടായ മനുഷ്യരിൽ എത്ര പേരിപ്പോൾ ബാക്കിയുണ്ടോ? അഫ്നാഹുമുൽ മൗത്തു, മരണം അവരെ തിന്നുകളഞ്ഞു, മരണം അവരെ തുലച്ചു കളഞ്ഞു, മരണം അവരെ പിടികൂടി. വസ്തബ്ഖാക ഹയ്യം ബഅദഹുമു, നിന്നെ മാത്രം ഈ റമദാനിന് വേണ്ടിയിട്ട് ഒരു പരീക്ഷണത്തിന് വേണ്ടി ബാക്കിയിട്ടേക്കാണ്. ജീവൻ തന്ന്, ജീവിതം തന്ന് ഒരവസരം കൂടി തരികയാണ്. അതുകൊണ്ട് എത്രമാത്രം കഷ്ടമാണ് നിന്റെ കാര്യം എന്നാണ് കവി ചോദിക്കുന്നത്. ഇപ്പോൾ പരിശുദ്ധ റമദാനിലേക്ക് ഒതുങ്ങുമ്പോൾ ഈ നമസ്കാരത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതേ കാര്യം തന്നെയാണ് റമദാൻ്റെ കാര്യത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. സ്വല്ലി സ്വലാത്ത് മുവദ്യ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിസ്കരിക്കുമ്പോൾ സ്വലാത്ത് മുവദ്യ, അവസാനത്തെ നമസ്കാരമാണെന്ന് കരുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അത് നിസ്കരിക്കണം. അവസാനത്തെ നമസ്കാരത്തിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളതിലേക്ക് പരിപൂർണമായ തഖ്വ, പരിപൂർണമായ ഹൃദയ സാന്നിധ്യം, അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ മനസ്സിൻ്റെ അടുപ്പം, ഇതൊക്കെ കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ ശ്രമിക്കും. ഇത് റമദാൻ്റെ കാര്യത്തിലും ബാധകമാണ്. ആദ്യം നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ, നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, ഇതൊക്കെ പറഞ്ഞ മൊത്തത്തിലൊരു പാക്കേജിൻ്റെ പേരാണ്. നോമ്പ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമസ്കാരം വേറിട്ടൊരു കാര്യമൊന്നുമല്ല. സക്കാത്ത് എന്നൊക്കെ പറയുമ്പോൾ അത് റമദാനിൽ നിന്ന് വേറിട്ടൊരു കാര്യമൊന്നുമല്ല. ഇതൊക്കെ വന്നും കയറിയും ഇറങ്ങിയും ഒക്കെ പോകുന്ന ഒരു സമ്പൂർണ്ണ സമഗ്ര പാക്കേജിൻ്റെ പേരാണ് ഇസ്ലാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ റമദാനിൽ എന്ത് നേടാനാണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ എല്ലാവരുടെയും നേട്ടം എന്തായിരിക്കണം? ശരിയാണ്, നമ്മളൊരു നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും, കുറച്ചൊക്കെ നിസ്കരിക്കാനും കുറച്ചൊക്കെ ഖുർആൻ പാരായണം ചെയ്യുന്നൊക്കെ ഒരു ചെറിയൊരു ആഗ്രഹം ഉണ്ടാവും. ഇത് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളുടെ വീട്ടിലൊരു കല്യാണം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആത്മാർത്ഥതയുടെ ഒരു 10-1 ഈ റമദാൻ നടത്താൻ നിങ്ങൾക്കുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. കാരണം നിങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന ഒരു കല്യാണത്തേക്കാൾ, നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന ഒരു സെലിബ്രേഷനേക്കാൾ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടത് വരാൻ പോകുന്ന റമദാനാണ്. മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെ ഒരു പെരുന്നാൾ ദിവസം എന്ന് പറഞ്ഞാൽ റമദാൻ അവസാനിച്ച പെരുന്നാൾ ദിവസം, ഈദുൽ ഫിത്തറിൻ്റെ ദിവസം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ ഇരുന്ന് വിഷമിച്ചിരിക്കുക. അദ്ദേഹത്തിൻ്റെ മുഖത്ത് സന്തോഷം കാണുന്നില്ല, അദ്ദേഹം കാര്യമായ സങ്കടത്തിലാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ശിഷ്യന്മാരുമായ കുറച്ച് ആളുകൾ വന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലയോ ഇമാം, താങ്കൾ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഈദുൽ ഫിത്തറിൻ്റെ ദിവസം, പെരുന്നാളിൻ്റെ ദിവസം സന്തോഷിച്ചാണല്ലോ ഇരിക്കേണ്ടത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയുണ്ട്, വളരെ അത്ഭുതകരവും അതേസമയം അടിസ്ഥാനപരവുമായ വിശ്വാസികൾക്കുള്ളൊരു മറുപടിയാണ്. അദ്ദേഹം പറഞ്ഞു, പെരുന്നാൾ കാത്തു നിൽക്കുന്ന വിശ്വാസിക്ക് റമദാൻ കാത്തു നിൽക്കാൻ അത്ര സന്തോഷമില്ലല്ലോ. അതല്ലെങ്കിൽ റമദാൻ ആഘോഷിക്കാത്തവരാണല്ലോ പെരുന്നാളിനി തിടുക്കം കാണിക്കുന്നത് എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ വിഷമിക്കുന്നത് എന്ന് ക്രാന്തദർശികളായ പൂർവസൂരികളായ മനുഷ്യന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അല്ലാഹു തരുന്ന വസ്തബ്ഖാക ഹയ്യൻ, മറ്റു പലരെയും മരണം തിന്ന് തുലച്ചുകൊണ്ട് നിന്നെ ബാക്കിയാക്കി ഈ ഒരു സമയം, പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം നിർണായകവും അതുപോലെ തന്നെ നമ്മളുടെ നിർണയ ദിവസവുമാണ്. ആണല്ലോ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ ശരിക്കും വിധി നിർണയ രാവ് എന്നാണ്. വിധി നിർണയ രാവ് കിട്ടുക എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യമാണ്.
അപ്പം അതിൽ കിട്ടാത്തവൻ്റെ വിധിയും നിർണ്ണയിക്കപ്പെടും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കിയ ലൈലത്തുൽ ഖദർ കിട്ടിയവൻ എന്തോ രക്ഷപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലല്ല. കിട്ടാത്തവൻ്റെ വിധിയുടെ കാര്യത്തിലും അവൻ്റെ നിർണയത്തിൻ്റെ കാര്യത്തിലും അത് തീരുമാനമായി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും ലൈല മുബാറക, അതുപോലെ തന്നെ ലൈലത്തുൽ ഖദർ, ഖദറിൻ്റെ രാവ്, ലൈലത്തുൽ ഖദർ, ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലെന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി വിശ്വാസിക്ക് താക്കീദിനുമേൽ താക്കീതായി, മുന്നറിയിപ്പിനുമേൽ മുന്നറിയിപ്പായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് റമളാൻ ഒരുങ്ങാൻ? എനിക്കും നിങ്ങൾക്കും തഖ്വ എന്ന് പറയുന്ന ഒരു ലക്ഷ്യമുണ്ട്. ഇസ്ലാമിൽ എല്ലാ കാര്യങ്ങളുടെയും ലക്ഷ്യം അതാണ്. ഞാൻ ഇന്ന് ഖുത്ബയുടെ ആമുഖത്തിൽ ഓതിയ ആയത്ത്, നമ്മൾ യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കും സിയാമു, ഈ ആയത്തിനെ ഓതിയാൽ ചിലപ്പോൾ നിങ്ങൾ കരുതും ഇതൊക്കെ കുറേ കേട്ടങ്ങൾ ആയത്താണ്, ഇപ്പം തന്നെ ഉറങ്ങാമെന്ന് കരുതും. അപ്പോൾ ആളുകൾ ആദ്യം വന്നിരുന്ന് തന്നെ ഉറങ്ങും. അപ്പോൾ യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കും സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു പരിശീലന കളരിയിലേക്ക് വിശ്വാസി ഇറക്കിയിട്ട് അല്ലാഹ് പറയാണ്, മുൻകഴിഞ്ഞു പോയ സമൂഹത്തെ പോലെ നിങ്ങൾക്കുമേലും ഇതാ സൗമ് നിർബന്ധമാണ്, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം. അപ്പോൾ വിശ്വാസിക്ക് തഖ്വ പഠിപ്പിക്കുക തന്നെ വേണം, തഖ്വ പരിശീലിപ്പിക്കുക തന്നെ വേണം. അല്ലാഹ് ആഗ്രഹിക്കുന്നതാണ്. അല്ലാഹ് ആഗ്രഹിക്കുന്നതും അല്ലാഹ് ഉണ്ടാകണമെന്ന് വിശ്വാസിയിൽ നിഷ്കർഷിക്കുന്നതും അതിനുവേണ്ടി തന്നെ അല്ലാഹ് ഒരുക്കിയിട്ടുമുള്ളതുമായ പാക്കേജാണ് നമസ്കാരവും നോമ്പും പോലെയുള്ള തഖ്വ. ഈ തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മൾ ദൈവഭക്തി എന്ന് പറയും, അതല്ലെങ്കിൽ ഭയഭക്തി എന്ന് പറയും. ശരിക്കും ആ പദത്തിനർത്ഥം സൂക്ഷ്മത എന്നാണല്ലോ. നമുക്കറിയാം, സൂക്ഷ്മത വേണം ജീവിതത്തിൽ നിന്നാണ്. എന്തിൽ നിന്ന് സൂക്ഷ്മത? എല്ലാ കാര്യത്തെക്കുറിച്ചും സൂക്ഷ്മത, എല്ലാ കാര്യത്തെക്കുറിച്ചും സൂക്ഷ്മത. ജീവിതത്തിൽ സൂക്ഷ്മതയാണ് വിജയത്തിൻ്റെ അടിസ്ഥാനമെന്നാണ്. സൂക്ഷ്മതയില്ലാത്ത മനുഷ്യൻ, പുതിയ കാലത്ത് നമുക്കത് വളരെ മനസ്സിലാവും. എല്ലാ കാര്യങ്ങളും ചെയ്യുക, കുറേ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല, ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് തന്നെ സൂക്ഷ്മത, ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് സൂക്ഷ്മത, അള്ളാഹുവിൻ്റെ കൽപ്പനകളെക്കുറിച്ചുള്ള സൂക്ഷ്മത, അള്ളാഹുവിൻ്റെ നിരോധങ്ങളെക്കുറിച്ചുള്ള സൂക്ഷ്മതയാണ് പ്രധാനം. സൂക്ഷ്മതയ്ക്ക് അപ്പുറത്തൊരു പദം ഖുർആൻ ഉപയോഗിക്കുന്നുണ്ട്, ഗഫ്ലത്ത, അശ്രദ്ധ. നാളെ മനുഷ്യൻ നരകത്തിൻ്റെ ആ വക്കിൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ നരകം കാണിച്ചുകൊണ്ട് പടച്ചോൻ പറയും അത്രേ, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ. നിന്റെ പ്രശ്നം എന്തായിരുന്നു അറിയോ? വിവരമില്ലാത്തതല്ല. ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തതാണോ? മനുഷ്യന്മാരുടെയൊക്കെ പ്രശ്നം ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തതാണോ? അല്ല. നിനക്ക് പറ്റിപ്പോയ പ്രശ്നം ഗഫ്ലത്തിൻ മിൻ ഹാദാ, നിന്റെ പ്രശ്നം അശ്രദ്ധയാണ്. നീ ഇത് ഗൗനിച്ചിട്ടില്ല, നീ ഇത് പരിഗണിച്ചിട്ടില്ല. ഫകശഫ്നാ അൻക ഗിതാഅക. പക്ഷെ നാളെ ഇന്ന് പരലോകത്തെത്തും അല്ലാഹ് പറയാണ്, പരലോകത്ത് ഇപ്പോൾ നിന്റെ കാഴ്ച ഉണ്ടല്ലോ നല്ല മൂർച്ചയുള്ള കാഴ്ചയാണ്. ഫബസറുക്കൽ യൗമ ഹദീദ്. ഇന്ന് നിനക്ക് വളരെ നല്ല തഖ്വയാണല്ലോ, അല്ലേ? നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂഊസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സ്വാലിഹൻ ഇന്നാ മൂഖിനൂൻ. വലൗ തറാ ഇതിൽ മുജ്രിമൂൻ. നാളെ കൊടും കുറ്റവാളികളായ മനുഷ്യർ അള്ളാഹിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിരത്തി ഇങ്ങനെ നിർത്തുമ്പോൾ നാകിസൂ റൂഊസിഹിം, നിനക്ക് അവരെ കാണാം, അവർ തല താഴ്ത്തി നിൽക്കുന്നതായി കാണാം. തല താഴ്ത്തി നിൽക്കാരാ? നമ്മുടെ നാട്ടിൽ കുറ്റവാളികൾ. ആ കുറ്റവാളികൾക്കൊരു പ്രത്യേകതയുണ്ട്, കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ള ബോധം അവർക്കുണ്ടാവും. അതായത് അറിയാതെ പറ്റിയ തെറ്റല്ല, അറിഞ്ഞു തന്നെയാണ് തെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് അറിയുന്നവരാണ് തല താഴ്ത്തുക. എനിക്കിനി ഒന്നും പറയാനില്ല, എനിക്കിനി ഒന്നും ബോധിപ്പിക്കാനില്ല, ഞാനിനി ബോധിപ്പിച്ചിട്ട് പോലും കാര്യമില്ല. അതാണല്ലോ, ഞാൻ ഇനി ബോധിപ്പിച്ച എൻ്റെ കാര്യം, ഞാൻ അത്ര വലിയ തെറ്റാണ് ചെയ്തിട്ടുള്ളത് പടച്ചവനെ എന്ന് പടച്ചവൻ്റെ മുമ്പിൽ സമ്മതിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. പക്ഷെ അവർ പറയും, ഞങ്ങൾക്കൊരു രണ്ടാമത് ചാൻസ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉഷാറ്, രണ്ടാമത് ചാൻസ് ഉണ്ടെങ്കിൽ ഫർജഅന, അതുകൊണ്ട് പടച്ചവനെ ഞങ്ങളെ ഒന്നുകൂടി ദുനിയാവിൽ ജീവിക്കാൻ അനുവദിക്കൂ, നഅമൽ സ്വാലിഹൻ, ഞങ്ങൾ നന്നായി ജീവിക്കാം, ഇന്നാ മൂഖിനൂൻ, ഞങ്ങൾ എന്ത് ചെയ്യാം, വളരെ ദൃഢവിശ്വാസികളായി ജീവിക്കാം. അല്ലാഹ് സമ്മതിക്കുമോ? ഇല്ലല്ലോ. ദുനിയാവിൽ യബ്ലുവക്കും അയ്യുക്കുമേ, ഒരൊറ്റ ടെസ്റ്റേ ഉള്ളൂ, ഒരൊറ്റ പരീക്ഷണത്തിൻ്റെ സമയമേ ഉള്ളൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, നമുക്കൊരു കൊല്ലം കിട്ടുകയാണല്ലോ.
നമ്മൾ തെറ്റിൻ്റെ ചേറിൽ ഇങ്ങനെ പുരണ്ട് ജീവിച്ചിട്ടും നമ്മൾ ഈ മാന്യന്മാരായി നടക്കുന്നത് എന്തുകൊണ്ടാണ്? പടച്ചവൻ്റെ കാരുണ്യമുള്ളതുകൊണ്ട്. പടച്ചവൻ്റെ കാരുണ്യമുള്ളത് കൊണ്ട് മാത്രമാണ് മനുഷ്യർക്ക് മാന്യരായി നടക്കാൻ പറ്റുന്നത്. ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുന്നത് അതുകൊണ്ടാണ്. എന്നെക്കുറിച്ച് നിങ്ങൾക്കറിഞ്ഞാൽ, നിങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ നാട്ടിലുള്ള മഹാന്മാരെക്കുറിച്ച്, ഈ ഇരിക്കുന്ന ഓരോരുത്തരെയും കുറിച്ച് പരസ്പരം അള്ളാഹു മറയിട്ട കാര്യങ്ങൾ ഒഴിച്ച് ഇയാൾ ഇത്രക്കുള്ളൂ എന്നൊക്കെ തോന്നും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുത്ത മറയാണ് ഈ ലോകത്ത് മനുഷ്യൻ്റെ മാന്യതയുടെ അടയാളം എന്ന് പറയുന്നത്. അള്ള കൊടുത്തകണ ഒരു അവധിയുണ്ട്. നീ ഇങ്ങനെയൊക്കെ ജീവിച്ചോ, ബാക്കിയുള്ളവരുടെ മുമ്പിൽ നന്നായി ജീവിച്ചോ എന്ന് പറഞ്ഞ് പടച്ചോൻ അനുവദിച്ചേക്കാണ്. പടച്ചവൻ്റെ പേരിൽ ഒരു പേര് സിത്തീർ എന്നാണ്. സിത്തീർ എന്താണ്? സിത്തിറിടുന്നവൻ, മറയിടുന്നവൻ, തെറ്റുകൾക്ക് കർട്ടൻ വിരിച്ചു കൊടുക്കുന്നവൻ. തെറ്റ് ചെയ്താലും പടച്ചോൻ പറയും, അത് ഞാനിപ്പോൾ പുറത്ത് ഫ്ലാഷ് ആക്കുന്നില്ല കേട്ടോ. നിങ്ങൾ മനുഷ്യരുടെ അടുത്തൊരു തെറ്റ് ചെയ്ത് നോക്കിയാൽ ഉടനെ തന്നെ ഷോക്കോസ് വരും, ഉടനെ തന്നെ നിങ്ങളെ ടെർമിനേഷൻ വരും. ഏതെങ്കിലും കമ്പനിയിലാണ് നിങ്ങൾക്ക് പറ്റാത്ത ജോലി, നിങ്ങൾ എന്തെങ്കിലും പറ്റാത്ത അരുതായ്മ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങളെ എപ്പോൾ പുറത്താക്കിയെന്ന് ചോദിച്ചാൽ. പക്ഷെ പടച്ചവൻ നിങ്ങളെ ലിസ്റ്റിൽ നിന്ന് വെട്ടിയിട്ടില്ല. തെറ്റ് ചെയ്താലും നിങ്ങൾക്ക് അവസരം. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. തെറ്റിൽ കിടന്ന് ചേറിൽ കിടന്ന് പെരണ്ടാൽ പോലും അള്ളൊരവസരം. ഈ അവസരത്തിലേക്കാണ് അള്ള നിങ്ങളെ തിരിച്ചു വിളിക്കുന്നത്. ഈ അവസരമാണ് നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് അള്ള പറയുന്നത്. ഇത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ജീവിതത്തിൽ സൂക്ഷ്മത പരിശീലിക്കാം. ഒന്ന് ഭക്ഷണം, ഒന്ന് വെള്ളം. രണ്ടും അനുവദനീയമായ കാര്യമാണ്. അനുവദനീയമായ കാര്യത്തെ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? റമളാൻ യഥാർത്ഥത്തിൽ അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വിശ്വാസിയെ കൊണ്ട് അള്ളാഹു ശരിക്കും ചിലത് ഇങ്ങനെ പറയുമല്ലോ, സമ്മതിപ്പിക്കുകയാണ്. വിശ്വാസിയെ കൊണ്ട് അള്ള സമ്മതിപ്പിക്കുകയാണ്. എന്താ സമ്മതിപ്പിക്കുന്നതെന്ന് അറിയോ? നിങ്ങൾക്ക് തെറ്റു ചെയ്യാതിരിക്കാൻ കഴിയും. എങ്ങനെ കഴിയും? നമ്മൾ പറയില്ലേ, സാഹചര്യം കൊണ്ട് അങ്ങോട്ട് കുടുങ്ങിപ്പോയതാണെന്ന് പറയില്ലേ. സാഹചര്യം കൊണ്ട് നിങ്ങൾ കുടുങ്ങിപ്പോകില്ല. കാരണം സാഹചര്യം കൊണ്ട് നിങ്ങൾ റമളാനിൻ്റെ പകലിൽ വെള്ളം കണ്ടാൽ കുടിക്കും. ആഗ്രഹമുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കുമോ? അതായത് അള്ള അനുവദിച്ചൊരു കാര്യം ഒരു നിശ്ചിത സമയത്ത് അള്ള പാടില്ല എന്ന് പറയുമ്പോൾ ഉപേക്ഷിക്കാൻ തയ്യാറാണ് നിങ്ങൾ എങ്കിൽ അള്ള പറയുന്നു, ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുണ്ടാകരുത്, ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുണ്ടാകരുത്. അങ്ങനെയുള്ള കാര്യത്തിൽ എത്ര കാര്യത്തിൽ നമുക്ക് സൂക്ഷ്മതയുണ്ട്. ആ സൂക്ഷ്മതയാണ് പഠിക്കേണ്ടത്. വെള്ളവും ഭക്ഷണവും പ്രതീകമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഭാഗമായിട്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും വെള്ളത്തിൻ്റെ കാര്യത്തിലൊക്കെ മനുഷ്യർ ഒരു പരിധി വരെ തോന്നിവാസികളാണ്, അല്ലേ? കൃത്യമായ സമയം. മനുഷ്യർക്കൊക്കെ വ്യത്യസ്തമായ ടേസ്റ്റുകളും വ്യത്യസ്തമായ ആഗ്രഹങ്ങളും വ്യത്യസ്തമായ സമയങ്ങളും വ്യത്യസ്തമായ അളവുകളും ഒക്കെയുള്ളൊരു വിഷയമാണ് ഭക്ഷണവും വെള്ളവും എന്ന് പറയും. ഈ ലോകത്ത് ബാക്കിയുള്ള എല്ലാ മനുഷ്യരും വ്യത്യസ്തരായ സാധനമാണ് ഭക്ഷണവും വെള്ളവും. എരിവ്, പുളി, മധുരം, ഇതിൻ്റെങ്കിലും ചിലർക്ക് ഇതൊന്നും വേണ്ട. എല്ലാവരും വ്യത്യസ്തരാണ്. അമലുകളുടെ കാര്യത്തിൽ മനുഷ്യരങ്ങനെയാണ്. അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സൂക്ഷ്മത. ഏത് സൂക്ഷ്മത? ഒന്ന് അള്ള നേരത്തെ പറഞ്ഞ സൂക്ഷ്മതയുണ്ട്. നിങ്ങൾ ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുക. അത് രണ്ട് തരം ഹറാമുണ്ട്. ഒന്ന് ഹറാമായ ഭക്ഷണം നിങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത് ഹലാലായ ഭക്ഷണം തന്നെ ഹറാമായ സമ്പാദ്യം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ ഒരു സൂക്ഷ്മതയുടെ ഭാഗമായി നിങ്ങൾ വിട്ടുനിൽക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു. ഇനി അതിലുമപ്പുറമുള്ള സൂക്ഷ്മതയാണ് നിങ്ങളെ ഇത് വെച്ചുകൊണ്ട് അള്ള പഠിപ്പിക്കുന്നത്. അതായത് നിങ്ങൾക്ക് എപ്പോഴും പടച്ചവൻ തരുന്ന ഈ ഭക്ഷണമുണ്ടല്ലോ, പടച്ചവൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് തരുന്ന ഈ വെള്ളമുണ്ടല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ 15 മണിക്കൂർ 14 മണിക്കൂർ നമ്മളിത് ഒഴിവാക്കി നിർത്താൻ ശീലിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾക്ക് അള്ള തന്നില്ലായിരുന്നുവെങ്കിൽ എന്താണ് അവസ്ഥ? ഇത് നിങ്ങൾക്ക് ഖുർആൻ വേറൊരു ഭാഗത്ത് ചോദിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞു വെച്ചാൽ പടച്ചോൻ വെള്ളം തരണ്ടെന്ന് കരുതിയാൽ ഏത് ടാങ്കർ അടിച്ച് വെള്ളം വേറെ ഏതോ സ്ഥലത്തുള്ളപ്പോഴല്ലേ ഈ ടാങ്കറിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. കുടിക്കാൻ പറ്റാത്ത വെള്ളം ഈ ലോകത്തുണ്ടായിരുന്നു. അങ്ങനെ ഒരു വെള്ളമില്ല, കുടിക്കാൻ പറ്റുന്ന വെള്ളമില്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് കൊണ്ടുവരും? മനുഷ്യൻ്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളും മനുഷ്യൻ്റെ എല്ലാ പുരോഗതികളും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക, അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ.
കാർമേഘക്കെട്ടിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഒരു തുള്ളി തുള്ളിയായി മഴ വർഷിച്ചത് നിങ്ങളാണോ? ഈ വെള്ളം നിങ്ങൾ കുടിക്കുന്നുണ്ടല്ലോ, ഈ വെള്ളം നിങ്ങളുടേതാണോ? അംനഹുനുൽ മുൻസിലൂൻ, അതല്ല ഞാൻ തന്നതാണ്. അപ്പം ഞാൻ പടച്ചവൻ. നമ്മൾ വെള്ളം ഒഴിവാക്കുമ്പോൾ ഇനി നോമ്പ് തുറക്കുന്ന സമയത്ത് വെള്ളം കുടിക്കുമ്പോൾ ഒക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് കരുതുന്നത് പടച്ചവൻ തരുന്ന വെള്ളം, പടച്ചവൻ തരുന്ന ഭക്ഷണം. ഈ ഭക്ഷണത്തെക്കുറിച്ച് പോലും അങ്ങനെയാണ് കരുതേണ്ടത്. പടച്ചവൻ ഈ ലോകത്ത് എല്ലാവർക്കും സമഭാവന പടച്ചവൻ വിതരണം ചെയ്യുന്ന സമയം കൂടിയാണ് നോമ്പിൻ്റെ സമയം. ഈ 15 മണിക്കൂറും എല്ലാവരും ഒരേ കാലി വയറിലാണ്. വെള്ളവും ഭക്ഷണവും ലഭ്യമായാലും ആരും അതെടുക്കാതിരിക്കാൻ ബാധ്യസ്ഥരാണ് വിശ്വാസികൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സൂക്ഷ്മത എന്നുള്ളത് അതിൻ്റെ പല തലങ്ങളിൽ. ഈ ആഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞാൽ, ഭക്ഷണത്തെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് വലിയ നിബിഡമായൊരു ലോകമാണ്. ഇപ്പോൾ നമ്മൾ ഒരിക്കലും കഞ്ഞിയുടെയും പയറിൻ്റെയും കടലയുടെയും കണക്കൊന്നല്ലോ ഇപ്പോൾ പറയാറ്. ഒരേ ഭക്ഷണം തന്നെ അതിൻ്റെ പേര് മാറ്റിക്കൊണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ചിക്കൻ അതിന് ഒരു കാലത്ത് അത് 65 എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതിൻ്റെ ഭക്ഷണത്തിൻ്റെ വെറൈറ്റികൾ, അൽഹംദുലില്ലാ, അള്ളാഹു നമുക്കതിനുള്ള അവസരങ്ങളും അതിനുള്ള സമൃദ്ധിയുമൊക്കെ നൽകി. നമ്മൾ അള്ളാഹുവെ സ്തുതിക്കുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ്റെ രുചിഭേദങ്ങളിലെ വൈവിധ്യങ്ങൾക്ക്, മനുഷ്യൻ്റെ ഈ ആഗ്രഹങ്ങൾക്ക്, ഈ ആഗ്രഹം നിങ്ങളെ ദുനിയാവിൻ്റെ ഹമ്മാക്കി കളഞ്ഞോ? ദുനിയാവ്, ഭക്ഷണം എന്നുള്ളത് നിങ്ങളുടെ ഒരു കൺസേൺ ആക്കി കളഞ്ഞു. ഒരു നേരം ഭക്ഷണമില്ലെങ്കിൽ, ഒരു മാസം ഭക്ഷണം ഇല്ലാതായാൽ, അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യ ദിനങ്ങളെക്കുറിച്ച് മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ അൽ അസ്വദാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ലോകത്തെ ഏറ്റവും സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രാജാധികാരത്തിൻ്റെയും ഭരണാധികാരത്തിൻ്റെയും ഒക്കെ ആ ഒരു സാന്നിധ്യത്തിലോ അതല്ലെങ്കിൽ അതിൻ്റെ ഒരു അവസ്ഥയിലൊക്കെ തന്നെയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വഫാത്തായി പോയത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മഹദി ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ് അൽ അസ്വദാൻ. അവസാന കാലങ്ങളിൽ റസൂലിൻ്റെ, പ്രത്യേകിച്ചും റസൂലിൻ്റെ വീട്ടിൽ 2 കാര്യങ്ങൾ, ഒന്ന് വെള്ളം, മറ്റൊന്ന് ഈത്തപ്പഴം. അതായത് ഈ ദുനിയാവിനോടുള്ള നിങ്ങളുടെ താല്പര്യത്തെയും ഈ ദുനിയാവിനോടുള്ള നിങ്ങളുടെ വിരക്തിയെയും ഈ ദുനിയാവിൽ നിന്ന് ആവശ്യമുള്ളത് എടുക്കേണ്ടതിൻ്റെയും ആവശ്യമില്ലാത്തതോ അതല്ലെങ്കിൽ അനാവശ്യമായതോ ഒഴിവാക്കേണ്ടതിനെയും ഭക്ഷണം പ്രതിനിധീകരിക്കുന്നു. അതുകൊണ്ടാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, മൻ കാന ഹമ്മുഹു മാ യദ്ഖുലു ഫീ ബത്നിഹി ഫഖീമത്തുഹു മാ യഖ്റുജു മിൻ ബത്നിഹി. ഒരാളുടെ ജീവിതത്തിലെ ഹമ്മ്, മുഖ്യമായ ഉത്കണ്ഠ, മാ യദ്ഖുലു ഫീ ബത്നി, കഴിക്കേണ്ടതിനെ കുറിച്ചാണെങ്കിൽ, നോമ്പെടുക്കുമ്പോൾ തന്നെ നോമ്പ് തുറക്കേണ്ടതിനെ കുറിച്ചാണ് വലിയ ഉത്കണ്ഠയെങ്കിൽ, ഫഖീമത്തുഹു മാ യഖ്റുജു മിൻ ബത്നിഹി, അവൻ്റെ മൂല്യം എന്ന് പറയുന്നത് വയറ്റിലേക്ക് കയറുന്നതാണ് അവൻ്റെ ഉത്കണ്ഠയെങ്കിൽ, വയറ്റിൽ നിന്ന് പുറത്തു പോകുന്നതാണ് അള്ളാഹു അവനിടുന്ന മൂല്യം. ഇത് ഫിലോസഫിക്കലായ വർത്താനമുണ്ടോ? ഭക്ഷണം കഴിക്കേണ്ടെന്നല്ല പറഞ്ഞ്. അതായത് ഭക്ഷണത്തെ മാത്രം കേന്ദ്രീകരിച്ചാണ് ഒരാളുടെ ജീവിതമെങ്കിൽ അവൻ്റെ വയറ്റിൽ നിന്ന് പോകുന്ന വിസർജ്യത്തിന് തുല്യമായ മൂല്യമേ അവനുള്ളൂ എന്നാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. ഭക്ഷണം വേണം, പക്ഷെ ഭക്ഷണം ഏതളവിൽ നിങ്ങൾ എടുക്കണം. അത് ഈ ലോകത്ത് നിങ്ങളുടെ സമീപനത്തെ, ഈ ലോകത്തോട് നിങ്ങൾ നോക്കിക്കാണുന്നതിനെ, പുതിയ കാലത്ത് അതിന് വേറെ കുറേ ആരോഗ്യ വശങ്ങൾ കൂടിയൊക്കെ ഉണ്ട് അല്ലേ. പുതിയ കാലത്ത് ആളുകൾ വളരെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവിനെക്കുറിച്ച്, ഭക്ഷണം എത്ര എടുക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ സെലക്റ്റീവായൊരു കാലമാണ്. പക്ഷെ അതുപോലും സമ്പന്നർക്ക് പറ്റുന്ന രീതിയിലേക്കൊക്കെയാണ് അതിൻ്റെ ഒരു ശൈലിയും മറ്റൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ പറയുന്നത്. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1/3 കഴിക്കാൻ പറഞ്ഞു, 1/3 കുടിക്കാൻ പറഞ്ഞു, 1/3 ഒഴിവാക്കിയിടാൻ പറഞ്ഞു. ഇതും സുന്നത്താണ്. നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയലും വലത് കൈകൊണ്ട് കഴിക്കലും മാത്രമാണ് സുന്നത്ത്. അതിനുശേഷം അൽഹംദുലില്ലാ പറയലാണ് സുന്നത്ത്. ഇതും റസൂൽ പറഞ്ഞ സുന്നത്താണ്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലുള്ള നിങ്ങളുടെ നിയന്ത്രണം, ഇത് നിങ്ങളെ പലതിനും ശീലിക്കും. കാരണം സൗമ് എന്നുള്ളത് അറബി ഭാഷയിൽ കുതിരയെ പട്ടിണിക്കിടുന്നതിന് പറയുന്ന പേരാണ്. ഇസ്ലാമിൽ നോമ്പ് നിർബന്ധമാകുന്നതിന് മുമ്പ് അറബി ഭാഷയിൽ ഉപയോഗിച്ചിരുന്ന പദമാണ് സൗം. ഫറസുൻ സ്വാഇമുൻ എന്ന അറബി ഭാഷയിൽ പറയൂ. ഫറസുൻ സ്വാഇമുൻ, നോമ്പ് പിടിച്ച കുതിര എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ ട്രെയിൻ ചെയ്ത കുതിര. ഒരാൾ അയാളുടെ സവാരിക്കും മറ്റ് ആവശ്യങ്ങൾക്കും വീട്ടിൽ വളർത്തുന്ന കുതിരയെ യുദ്ധാവശ്യങ്ങൾക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് പ്രത്യേകമായി ട്രെയിനിങ് കൊടുക്കുന്നതിനെയാണ്
സൗമ് പഠിപ്പിക്കുക, അതല്ലെങ്കിൽ നോമ്പ് പഠിപ്പിക്കുക, നോമ്പ് പരിശീലിപ്പിക്കുക എന്ന് കുതിരയുടെ കാര്യത്തിൽ പറയാം. അതായത് വേറെ നാട്ടിൽ പോകുമ്പോൾ തനിക്ക് വീട്ടിൽ നിന്ന് കൊടുക്കുന്ന പോലെ ഭക്ഷണം കൊടുക്കാൻ പറ്റൂല, വീട്ടിൽ നിന്ന് കൊടുക്കുന്ന പോലെ വെള്ളം കൊടുക്കാൻ പറ്റൂല, പ്രതികൂലമായ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഈ കുതിരയെ ഇപ്പോൾ തന്നെ ട്രെയിൻ ചെയ്യുക. വിശ്വാസി ആ ട്രെയിനിങ്ങിലാണ്. അതായത് ലഭ്യമായതെല്ലാം ഉപയോഗിക്കുക എന്നുള്ളതല്ല, എന്തും ഉപയോഗിക്കാൻ പറ്റുമ്പോഴും ചിലത് ഉപയോഗിക്കാതെ ശീലിക്കുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഉള്ളവരുടെ കാര്യത്തിൽ. ഇനി ഇല്ലാത്തവരുടെ കാര്യത്തിലോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇല്ലാത്തവരുടെ കാര്യത്തിൽ പൂർവികന്മാരായ ആളുകൾ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മൻ റളിയ ബിഖലീലിൻ മിനത് ത്വആം ബിഖലീലിൻ മിനർ റിസ്ഖ് റളിയല്ലാഹു മിൻഹു ബിൽ യസീരി മിനൽ അമൽ. പണ്ഡിതന്മാർ പറയാം, ഈ ചില ആളുകൾക്കുണ്ടാവും എനിക്ക് എന്നും ദാരിദ്ര്യമാണ്, ബുദ്ധിമുട്ടാണ്, ഉറുമ്പാണ്, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച രീതിയിലൊന്നും കാര്യമൊന്നും പോകുന്നില്ല. അവരാലോചിക്കേണ്ട ഒരു കാര്യം, അള്ള എനിക്ക് റിസ്ക് കുറച്ചേ തന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് അള്ളാഹു തന്ന റിസ്ക്കിൽ, കുറഞ്ഞ റിസ്ക്കിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കുറഞ്ഞ അമലിൽ അള്ളാഹു തൃപ്തനാണ്. ഇത് വളരെ ആലോചിക്കേണ്ട ഒരു കാര്യം. പല ദരിദ്രരായ ആളുകളും ഞങ്ങൾ ദുനിയാവിനും വേണ്ടാത്തവരും അടച്ചവനും വേണ്ടാത്തവരെന്ന് കരുതി ജീവിക്കണമെന്ന്. അവർക്ക് ദുനിയാവും പോവും ആഖിറവും പോകും കേട്ടോ. കാരണം ദുനിയാവിൽ നിലയും വിലയാണ് വലിയ സംഭവം എന്ന് അവർ കരുതുന്നുണ്ട്. ദുനിയാവിൽ വില കിട്ടിയവരെ കുറിച്ച് അവരങ്ങനെ കരുതുന്നുണ്ടാണല്ലോ പ്രശ്നം. പടച്ചവൻ അങ്ങനെയല്ലല്ലോ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ യുഹിബ്ബുൽ അത്തഖിയ അൽ അഖ്ഫിയ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നമ്മളിങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ മാർക്കിടുന്ന സാഹിബ്യങ്ങൾക്കൊന്നല്ല പടച്ചവൻ്റെ അടുത്ത് മാർക്ക്. പടച്ചവന് മാർക്കിടുന്നതിന്, പടച്ചവൻ കേമനെന്ന് ഒരാളെക്കുറിച്ച് കരുതുന്നതിന്, അയാൾ എൻ്റെ അടുക്കൽ സ്വീകാര്യനാണെന്ന് കരുതുന്നതിന് പടച്ചവൻ്റെ ഒരു മാർക്ക് ലിസ്റ്റ് ഉണ്ട്. നമ്മൾ ഒന്നുമില്ലാതായിപ്പോയി എന്ന് നമ്മളെക്കുറിച്ച് വിലയിരുത്തി ഞാൻ അവനെപ്പോലെ ആയില്ലല്ലോ എന്ന് കരുതിയാൽ ദുനിയാവിൽ അവനെപ്പോലെ ആവാനും പോകുന്നില്ല. ആഖിറത്തിൽ ഈ മനോഗതിയിൽ ദുനിയാവിൽ ജീവിച്ചതുകൊണ്ട് ഖസ്റത്ത് ദുനിയാവൽ ആഖിറ, ദുനിയാവ് നഷ്ടപ്പെടും, ആഖിറത്ത് നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ റമദാനിലേക്ക് കയറുകയാണ്. ഒരുപാട് കാര്യങ്ങൾ റമദാനിൻ്റെ ഭാഗമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം, രാത്രിയുള്ള നമസ്കാരം, നമ്മളുടെ നോമ്പിലുള്ള ചിട്ടവട്ടങ്ങൾ, നമ്മളുടെ ഖുർആൻ പാരായണത്തിലെ സമയം വെച്ച് തന്നെയുള്ള കൃത്യതകൾ, ഖുർആൻ പഠനത്തിൻ്റെ ശീലങ്ങൾ, ഇതൊക്കെ വരും. പക്ഷെ അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സൂക്ഷ്മതയുള്ളവരാണ്. എല്ലാ കാര്യത്തിലും സൂക്ഷ്മത. ഇസ്ലാമിൽ കുറേ കാര്യം ചെയ്യുന്നതിലല്ല കേട്ടോ, കുറേ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിലാണ് അല്ലേ. നുണ പറയരുതെന്നാണ്. നുണ പറയാതിരിക്കാൻ എന്ത് ചെയ്താൽ മതി? സത്യം പറഞ്ഞാൽ മതി. നുണ പറയരുത് എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്യാതിരുന്നാൽ മതി. നുണ പറയുക എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. നിങ്ങൾ ഒരാളെ ഉപദ്രവിക്കരുത് എന്നാണ്. നിങ്ങൾ ഉപകാരം ചെയ്യൽ പിന്നെയാണല്ലോ. ഉപദ്രവിക്കാതിരുന്നാൽ തന്നെ കൂലിയുണ്ട്. നിങ്ങൾ ഒരു കാര്യവും, നിങ്ങൾ തിന്മകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഒരാൾ ഒരുപാട് അമലുകളായിട്ട് അള്ളാനെ കണ്ടുമുട്ടുമ്പോൾ അയാൾക്ക് വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കി തീർക്കുന്നത് അയാൾ ചെയ്ത വലാ തൽബിസുൽ ഹഖ്ക ബിൽ ബാത്തിൽ, ഹക്കും ബാത്തിലും ഒരുമിച്ച് കൂട്ടിയിട്ട് നാളെ പടച്ചവൻ്റെ അടുത്ത് ചെല്ലും. ഇതൊരു സൂക്ഷ്മതയില്ലാത്തൊരു അമലുണ്ടോ? അതുകൊണ്ട് ഇനി നിങ്ങളിപ്പോൾ റമദാൻ 1 നമ്മളെല്ലാവരും തുടങ്ങുകയാണ്. ബ്ലാങ്ക് പേജിൽ കരഞ്ഞ് തപിച്ച് മനസ്സ് അങ്ങേയറ്റം ആർദ്രമായി അള്ളാഹുവിലേക്ക് കൈയുയർത്തിയിട്ട് പടച്ചോനെ ഇന്ന് മുതലാണ് എൻ്റെ അമൽ തുടങ്ങുന്നതെന്ന് തന്നെ കരുതിക്കോ. പക്ഷെ തിന്മയില്ല, മറ്റൊരുവനെ വേദനിപ്പിച്ചതോ, നാളെ എൻ്റെ നന്മയുടെ ഭാണ്ഡത്തിൽ നിന്ന് മറ്റൊരാൾ അപഹരിക്കാൻ പോകുന്നതായ മറ്റൊരാൾ ഉപദ്രവിച്ചതോ, ശകാരിച്ചതോ, മറ്റൊരാളുടെ അവകാശം തട്ടിപ്പറിച്ചതോ ആയ ബാധ്യതകളില്ല. ഇത് ഉറപ്പുവരുത്താൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കരുതണം. അതുകൊണ്ട് നന്മയിൽ നിന്ന് കൂടുതൽ നന്മയിലേക്ക്. മഅറൂഫ് റുസാഫി പറയുന്നുണ്ട്, വലൈസ തുഖാഫിദ്ദീനി മഖ്സൂറത്തൻ അലാ സ്വലാത്തി മുസല്ലിൻ ഔ അലാ സൗമി സുയ്യമി. വലൈസ തുഖാഫിദ്ദീൻ, ദീനിൽ തഖ്വ എന്ന് പറഞ്ഞാൽ മഖ്സൂറത്തൻ അലാ സ്വലാത്തി മുസല്ലിൻ, നിസ്കരിക്കുന്നവൻ്റെ നിസ്കാരത്തിലോ നോമ്പെടുക്കുന്നവൻ്റെ നോമ്പിലോ പരിമിതമായ ഒരു സംഗതിയുടെ പേരല്ല തഖ്വ. വലാകിന്നഹാ തർക്കുൽ ഖബീഹി വഫഇലു മാ യുഅദ്ദി മിനൽ ഹുസ്നാ ഇലാ നൈലി മഗ്നമി. ഇന്നലെ ഞാൻ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ ഉഷാറായിട്ട് ഇന്ന് മാറും. ഇന്നിപ്പോൾ ഷഅബാനിൽ നിന്ന് നാളെ റമദാനിലേക്ക് അങ്ങോട്ട് എത്തുമ്പോൾ ആ റമദാനിൽ ഞാൻ ഇന്നലത്തിനേക്കാൾ ഉഷാറാണ്. റമദാൻ 1, റമദാൻ 2, റമദാൻ 1 ഉഷാറാണ്. വലാകിന്നഹാ തർക്കുൽ ഖബീഹി, വേണ്ടാത്തതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് പറയുന്നതിൻ്റെ പേരാ തഖ്വ. അല്ലാതെ നന്മ കുറേ ചെയ്യുന്നതിൻ്റെ പേരല്ല തഖ്വ. തഖ്വ എന്ന് പറയുന്നത് സൂക്ഷ്മതയാണ്.
നന്മ നിങ്ങളുടെ മീസാനിലെ കനം കൂട്ടാനാണ് ഉപകരിക്കേണ്ടത്. ആദ്യം തന്നെ നിങ്ങൾ 100 കണക്കിന് 1000 കിലോഗ്രാം താഴേക്കാണെങ്കിൽ പിന്നെ ഈ നന്മ നിങ്ങൾക്കത് പരിഹരിക്കാൻ തന്നെ വേണ്ടി വരും. അതല്ലെങ്കിൽ ആ നന്മ കൊണ്ടും അപരിഹാര്യമായി തുടരും. നിങ്ങളെ ജീവിതത്തിൽ അത് വേട്ടയാടും. ചെറുതല്ലാത്ത രീതിയിൽ പരലോകത്ത് നിങ്ങൾക്ക് അത് വിചാരണക്ക് കാരണമാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലയിൽ നമ്മളെ പഠിപ്പിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമളാനിൽ അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പൊരുത്തപ്പെടിപ്പിക്കാനുള്ളവരോട്, ഹജ്ജിന് പോകുന്ന ആളുകളൊക്കെയാണ് ഇതൊക്കെ ചെയ്യാറുള്ളത്. അങ്ങനെ ഹജ്ജിന് പോകുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയൊന്നുമില്ല. എപ്പോഴും ഈ ലോകത്ത് നിന്ന് തന്നെ പോകുന്നതിന് മുമ്പ്, ഹജ്ജ് പിന്നല്ലേ, നമസ്കരിക്കുന്നതിന് മുമ്പ് പൊരുത്തപ്പെടിപ്പിക്കണം. അല്ലെങ്കിൽ നമസ്കാരമൊക്കെ അവിടെ കിടക്കണമെന്നാണ്. അതുപോലെ തന്നെയാണ് റമളാനിലേക്ക് കയറുന്നത്. ഏതാണ് സാമൂഹിക ബന്ധങ്ങളുടെ പ്രശ്നം, ഏതാണ് പടച്ചവൻ നമുക്ക് നമ്മുടെ കുടുംബ ബന്ധത്തിൽ തന്ന പ്രശ്നം, ഞാനായിട്ട് എനിക്ക് മനസ്സിലുള്ള നമ്മളെ നമുക്ക് കണ്ടുപിടിക്കാൻ സുഖമാണ് പ്രിയപ്പെട്ടവരെ, വളരെ സുഖമാണ്. കാരണം നിങ്ങൾക്ക് സമാധാനം നൽകുന്നത് എന്തോ അതാണ് ബിർറ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഏതായിരിക്കും തെറ്റ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തെറ്റ് എന്നാൽ മഹഖഫി സുദ്രിക്, നിനക്ക് തന്നെ ഉള്ളിലൊരു ചൊറിച്ചിലുണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്കൊക്കെ ഉണ്ട്. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും നമുക്ക് തന്നെ മനസ്സിലുള്ള കുറേ ചൊറിച്ചിലുകൾ, കുറേ കാര്യത്തിൽ, അതിൻ്റെ പേരാണ് തെറ്റ്. വകരിഹ്ത യത്തലി അലന്നാസ് വകരിഹ്ത യത്തലി അലൈഹിന്നാസ്, ജനങ്ങൾ കാണുക നീ ചെയ്യാൻ മടിക്കുന്നത്, അതിൻ്റെ പേരാണ് തെറ്റ്, അല്ലേ? ബാക്കിയുള്ളവർ അറിഞ്ഞാൽ മോശമാണെന്ന് കരുതുന്ന കുറേ കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് തന്നെയില്ലേ നമുക്ക്. ഇത് നിങ്ങൾക്ക് സൂക്ഷ്മതയോടുകൂടി അതിന് ഓരോന്നിനെയും ഓരോ അടരുകളായി എടുത്ത് നിങ്ങൾക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് വിശ്വാസികൾ എന്നുള്ള നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും റമളാനിൽ തരുന്ന ഒരു അവസരം. അതുകൊണ്ട് വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, നിന്നോട് എൻ്റെ അടിമകൾ എവിടെയാണ് ഞാൻ എന്നെക്കുറിച്ച് ചോദിച്ചാൽ അവരോട് പറഞ്ഞേക്കുക ഫഇന്നി ഖരീബ്. റമളാനിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു പേജിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹ് പറയാം, ഫൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, ഞാൻ അവരുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ, അവരുടെ എന്താവശ്യത്തിനും ഉജീബുദ്ദ. സാധാരണഗതിയിൽ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫാണ് അങ്ങനെ നമ്മളോട് പറയാം. മന്ത്രി പറയുമല്ലോ ഒരിക്കലും, പേഴ്സണൽ സ്റ്റാഫാണ് പറയാം, എന്താവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളോട് ഞാൻ പറഞ്ഞോളാം. അല്ല, ഇവിടെ അള്ളാഹ് തന്നെ പറയാണ് ഞാൻ അവൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് ഇടയാളന്മാരുടെ മധ്യവർത്തികളുടെയോ ഇടയിലുള്ള വേറെ മുദബ്ബിറുൽ ഒന്നും ആവശ്യം ഇതിലില്ല. നേരിട്ട് അള്ളാഹ് തന്നെയാണ് ഇതിൻ്റെ ഒരു ഇടയാളനെയും മധ്യവർത്തിയും സ്വീകരിക്കാതെ അള്ളാഹുവിലേക്ക് നിങ്ങൾ ചോദിച്ച്, അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി, അള്ളാഹുവിലേക്ക് കരഞ്ഞു മടങ്ങി നിങ്ങൾ ചോദിക്കൂ. ഫല്യസ്തജീബൂലി, ഒരൊറ്റ നിബന്ധന മാത്രം, ഫല്യസ്തജീബൂലി, അവരെന്നോട് മാത്രം ചോദിക്കട്ടെ. വൽയുഅ്മിനൂബി, എന്നിൽ വിശ്വസിച്ചുകൊണ്ടും ചോദിക്കട്ടെ. ലഅല്ലഹും യർഷുദൂൻ, അവർക്ക് വിവേകപൂർവ്വം സൽപന്താവിലേക്ക് മടങ്ങി വരാനുള്ള അവസരം അതാണ് എന്നാണ് പടച്ച റബ്ബ് റമളാനിനെ കുറിച്ച് നമ്മളോട് വിശദീകരിക്കുന്നത്. ആ നിലയിൽ റമളാനിലേക്ക് കരഞ്ഞ് മടങ്ങി അള്ളാഹുവിലേക്ക് നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ വിശദീകരണ സഹിതം വിശകലനം ചെയ്ത് നമ്മളെ തന്നെ സ്ഫുടം ചെയ്തെടുത്ത് അള്ളാഹുവിലേക്ക് തിരിഞ്ഞു മടക്കാൻ ഉള്ള അവസരമായി റമളാൻ ഉപയോഗപ്പെടുത്താൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിൽ വിശുദ്ധ ഖുർആനിൻ്റെ പഠനം, വിശുദ്ധ ഖുർആനിൻ്റെ തിലാവത്ത്, അതുപോലെ തന്നെ മറ്റ് എല്ലാ ഇബാദത്തുകളും, സാധ്യമാകുന്ന എല്ലാ സ്വതക്കകൾ, സക്കാത്തുകൾ, നമ്മളാൽ എത്രമാത്രം അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുമോ അത് അത്തരത്തിൽ സമീപസ്ഥരാകാൻ പറ്റുന്ന അമലുകൾ നമ്മൾ കൂടുതലായി ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹിൽ അഹദ് അൽ ഫർദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. اللهم صل وسلم وبارك على رسولك محمد وعلى آل محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. عباد الله وإماء الله، أوصيكم وإياي ثانيا بالتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات.
اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الكفر والكافرين وأذل النفاق والمنافقين وأذل الظلم والظالمين. اللهم دمر أعداءنا أعداءك أعداء الدين. اللهم زلزل أقدامهم. اللهم هدم جيوشهم. اللهم هدم حصونهم. اللهم أقل نفوذهم. اللهم زلزل أقدامهم. اللهم فرق جمعهم يا رب العالمين. اللهم انصر إخواننا بأرض فلسطين خاصة بأرض غزة على القوم الكافرين بنصرك العزيز يا جبار يا عزيز يا الله. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر لحينا ولميتنا ولذكرنا ولأنثانا. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. صلى الله تعالى على خير خلق محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. قوموا للصلاة.